സംഖ്യാപുസ്തകം 25-ാം അധ്യായം. നല്ല ഒരു യുവാവ് അവൻ എഴുന്നേറ്റു. Oh, Phinehas, a young man who stood up in the assembly of God over there. ദൈവസഭയെ കുറിച്ചുള്ള ദർശനം. Oh, he had a vision for God. Number one. നെഹമ്യാവിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ When we study the book of Nehemiah, 10-ാം അധ്യായം അതിന്റെ 39-ാം വാക്യം. chapter 10 and verse 39. നെഹമ്യാവിന്റെ പുസ്തകം 10-ാം അധ്യായം 39-ാം വാക്യം. Nehemiah chapter 10 and verse 39. അവിടെ നെഹമ്യാവിന്റെ അവിടെ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. Nehemiah we see over there like this. അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? ഞങ്ങൾ ദൈവത്തിന്റെ ആലയം കൈവിടുകയില്ല. The last line, we will not forsake the house of God. ദൈവത്തിന്റെ ആലയം കൈവിടില്ല പ്രിയപ്പെട്ടവരെ. We will not forsake the house of God. ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്. David says like this. 1 ദിനവൃത്താന്തം 29-ാം അധ്യായം 3-ാം വാക്യത്തിൽ 1 Chronicles 29 and verse 3 like this. എന്റെ ദൈവത്തിന്റെ ആലയത്തോട് എനിക്കുള്ള പക്ഷം നിമിത്തം I have set an affection to the house of God. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ പറഞ്ഞു വിടട്ടെ. Let me say and pass over here. ദൈവത്തിന്റെ സഭയോടുള്ള പക്ഷം. The affection towards the house of God. ദൈവം നിങ്ങളെ ഈ സ്ഥലം സഭയിൽ ആക്കിയിരിക്കുന്നുവെങ്കിൽ, If God has placed you in this assembly, ഇത് എന്റെ സഭയാണ്. This is my church over here. എന്റെ സഭയോട് എനിക്ക് പക്ഷം വേണം. I have an affection, a passion towards എന്റെ this church. സഭയോട് എനിക്ക് ദർശനം വേണം. I have a vision towards this church. എന്റെ സഭയെ ഓർത്ത് എനിക്ക് പ്രാർത്ഥിക്കണം. I want to pray for my church over here. എന്റെ സഭയിലെ മൂപ്പന്മാരെ ഓർത്ത് എനിക്ക് പ്രാർത്ഥിക്കണം. I want to pray for the elders over here. എന്റെ സഭയിലെ ശുശ്രൂഷകന്മാരെ ഓർത്ത് എനിക്ക് പ്രാർത്ഥിക്കണം. I want to pray for those who minister over here. എന്റെ സഭയിലെ ദൈവദാസന്മാരെ ഓർത്ത് എനിക്ക് പ്രാർത്ഥിക്കണം. I want to pray for the servants of God in my assembly. ഓരോരുത്തർക്കും ചെയ്യേണ്ടതാണ്. Everyone should be doing this. സഭയെക്കുറിച്ചുള്ള ദർശനം വേണം. You should have a vision for the house of God. ദാവീദിന് ആ ദർശനമുണ്ടായിരുന്നു. David had that vision for God. ആ ദർശനമാണ് നമുക്ക് കാണാൻ And സാധിക്കുന്നത്. we see that in 1 Chronicles 29 verse 3. കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു. Our Lord Jesus Christ says like this. നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു. The zeal for your house has consumed me. കർത്താവിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ്. The zeal for the house of God. നാം വീണ്ടും അങ്ങോട്ട് പോകുമ്പോൾ And when we pass on to move forward, 2 കൊരിന്ത്യൻസ് 11-ാം അധ്യായത്തിൽ we read the words of Paul in 2 Corinthians 28-ാം വാക്യം വായിക്കുമ്പോൾ 2 Corinthians 11 verse 28. പൗലോസ് പറയുകയാണ്, Apostle Paul says like this. എനിക്ക് ദിവസേന സർവ്വസഭയെ കുറിച്ചുള്ള ചിന്താഭാരം എന്നെ തിരക്ക് ഉണ്ട്. There are things that presseth upon me daily. Anxiety for all churches over here. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. We need to pay attention here. വളരെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. We need to pay attention here. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? What do we read here? എനിക്ക് ദിവസേന. Daily. Only Sunday नहीं. It's not only one Sunday. Only Sunday नहीं है. It's not only on one Sunday. ദിവസേന. It is every day. ദിവസേന. Every day. എല്ലാ സഭയെ കുറിച്ചുള്ള Every church over ചിന്താഭാരം. He had an anxiety over അതെന്നെ there. അലട്ടുകയാണ്. It presses me over അതെന്നെ here. ഭരിക്കുകയാണ്. It rules me over ഒരു here. വലിയ ഭാരം എൻ്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നു. A greater burden has come upon me. ഒരു ഭാരം എൻ്റെ നെഞ്ചിലേക്ക് വന്നിരിക്കുകയാണ്. It is upon my chest over here. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന സഭ, The blood which has brought the churches of our Lord through our Lord Jesus. ആ സഭയെക്കുറിച്ചുള്ള വലിയ ഭാരം. The burden is upon me. ഇന്ന് രാവിലെ എൻ്റെ പ്രിയ ദൈവജനമേ, Dear believers, എത്ര പേർക്കുണ്ട് ഈ ഭാരം? how many of you has that എത്ര burden? പേർക്കുണ്ട് ഈ ദർശനം? How many of you have this vision? ഫിനെഹാസ് എഴുന്നേറ്റു. Phineas rose up over സഭയിൽ there. നിന്നും എഴുന്നേറ്റു. He rose up in the assembly. ദൈവസഭയെക്കുറിച്ചുള്ള ദർശനം തന്നെ ഭരിച്ചു. The burden for the house of God, that vision buried him over there. രണ്ടാമത്തെ കാര്യം And secondly we see ദൈവവേലയെക്കുറിച്ചുള്ള ദർശനം. then we see the vision for the work of God. Second point, ദൈവവേലയെക്കുറിച്ചുള്ള ദർശനം. Second point for this morning, the vision for the work of God. നെഹമ്യാവിന്റെ പുസ്തകം Coming back. 4-ാം അധ്യായം 19-ാം വാക്യം. Coming back to the book of Nehemiah chapter 4 and verse 19. അവിടെ നാം ഇങ്ങനെ വായിക്കുകയാണ്. So we read like this. വേല വലിയതും വിശാലതുമായിരുന്നു. The work is great and large. നാം മതിലിന്മേൽ ചിതറി തമ്മിൽ
അകന്നിരിക്കുന്നു. But we are separated on the wall and we are far away. ഓ വേല വലിയതാണ് പ്രിയപ്പെട്ടവരെ. The work of God is great. അത് വിശാലമായി കിടക്കുകയാണ്. It's large and extended. ഒതുങ്ങിക്കിടക്കുന്നതല്ല. It is not concluded in ഇത് a വേല wall. വലിയതാണ്. It is a bigger one. ഈ വേല വലിയ വേലയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. God has given us that, commended us that ഇത് work. വിശാലമായി കിടക്കുകയാണ്. It is extended and large over there. എന്നാൽ However, നാം തമ്മിൽ ചിതറിക്കിടക്കുന്നു. but we are separated over here. ഇന്ന് രാവിലെ പ്രിയ ദൈവജനമേ, Dear believers, നമുക്ക് മടങ്ങി വരേണ്ടയോ? we need to come ഈ back. വേല വലിയ വേലയായതുകൊണ്ട്, Because this work is great ഇത് and large, വിശാലമായി കിടക്കുന്നത് കൊണ്ട്, because this work is larger over there, മതിലിന്മേൽ നമ്മൾ തമ്മിൽ ചിതറിക്കിടക്കുന്നു. we are separated. That's the problem. നമുക്ക് മടങ്ങി വരാം. Let us come back over here. നമുക്ക് അടുത്ത് വരാം. Let us come together. എവിടെയാണ് നഷ്ടപ്പെട്ടു പോയത്? Where did we lose that zeal over there? സ്നേഹം കുറഞ്ഞു പോയി. We have lost the love. കൂട്ടായ്മ കുറഞ്ഞു We പോയി. have lost the fellowship. തമ്മിലുള്ള ആ സ്നേഹബന്ധം നഷ്ടപ്പെട്ടു. We have lost the love with each other. ഒരു ഐക്യമത്യത്തോടു കൂടിയുള്ള ഒരു വരവ് നിന്നുപോയി. We have lost that unity which we come together. തമ്മിൽ ചിതറിക്കിടക്കുകയാണ്. We are separated and scattered over here. മടങ്ങി വരാം Let പ്രിയപ്പെട്ടവരെ. us come back over here. നമ്മുടെ സഭയാണ്, നമുക്ക് മടങ്ങി വരാം. It is our church, our assembly. Let us come back over here. വേല വലിയത് വിശാലമായി കിടക്കുന്നു. The work of God is great and large over here. നെഹെമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മളൊരു വാക്യം കാണുന്നു. There we see in Nehemiah 4 and verse 6 like this. വേല ചെയ്യുവാൻ ജനത്തിന് ഉത്സാഹമുണ്ടായിരുന്നു. They had an excitement, a mind to work over ആ here. വേല ചെയ്യുവാൻ ജനത്തിന് They ഉത്സാഹമുണ്ടായിരുന്നു. had an excitement over there വേല to work for God. വലിയതാണ്. The work is great. വേല വിശാലമാണ്. The work is large. തമ്മിൽ ചിതറിക്കിടക്കാതെ Let us not be scattered and separated. ഉത്സാഹത്തോടുകൂടി, Let us come with ഒരു excitement, മനസ്സോടുകൂടി, one mind over ഒരു here, മനസ്സോടുകൂടി with one mind. കർത്താവിന്റെ വേലയ്ക്ക് ചുമല് കൊടുപ്പാൻ Let us take the responsibility to the work of God. കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. God desires us about that. കർത്താവിന്റെ വേലയ്ക്ക് ചുമല് കൊടുക്കുക. Let us take responsibility for the work of ഓ God. വേല ചെയ്യുവാൻ ജനത്തിന് ഉത്സാഹമുണ്ടായിരുന്നു. The people had a great excitement to do the work of God. നെഹെമ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായം 16-ാം വാക്യം, When we come to Nehemiah 5 and verse 16, അവിടെ നാം ഇങ്ങനെ വായിക്കുകയാണ്. we read like this. ഞാൻ ഈ മതിലിന്റെ വേലയിൽ ഉറ്റിരിക്കുന്നു. I continued with commitment over ഓ there. എത്ര അനുഗ്രഹീതമായ പദമാണ്. What a great blessing we read ഈ here. മതിലിന്റെ വേലയിൽ, ഈ വേലയിൽ ഞാൻ ഉറ്റിരിക്കുകയാണ്. I am committed and continuing in this work. What a great കാരണം message ഈ here. വേല എന്നെ ഏൽപ്പിച്ചതാണ്. This work is being appointed to ഈ me. ദൗത്യം എന്റേത് മാത്രമാണ്. This responsibility is mine. ഈ മതിലിന് വേണ്ടി ഞാൻ കരഞ്ഞതാണ്. For this wall I cried over here. യെരൂശലേമിന്റെ പതനത്തെ ഓർത്ത് ഞാൻ കരഞ്ഞതാണ്. The walls of Jerusalem have been my ഇത് tears. പണിയേണ്ടിയിരിക്കുന്നു. I have to build this. ഇത് എഴുന്നേറ്റ് പണിയേണ്ടിയിരിക്കുന്നു. I have to rise up and build ഇന്ന് this. രാവിലെ പ്രിയ ദൈവജനമേ, Dear believers, നമുക്ക് എഴുന്നേൽക്കാം. let us rise up over നമുക്ക് here. എഴുന്നേൽക്കാം. Let us rise up. നമുക്ക് പണിയേണ്ടിയിരിക്കുന്നു. We have to build here. കാരണം Because ഈ മതിലിന്റെ വേലയിൽ ഉറ്റിരിക്കേണ്ടവരാണ്. we have to be united together over here. നെഹെമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യം, Nehemiah chapter 6 and verse 3. നമ്മൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു. We read like this. ഞാൻ ഒരു വലിയ വേല ചെയ്തു വരുന്നു. I am doing a great work over here. വേലയ്ക്ക് മിനക്കേട് വരുത്തുന്നതൊന്നും ചെയ്യരുത്. Do not do anything that stops the work over there. എത്ര നല്ല എത്ര നല്ല പദമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. What a greater language which is used ഞാനൊരു there. വലിയ വേല ചെയ്തു I വരികയാണ്. am doing a great work over here. വേലയ്ക്ക് മിനക്കേട് വരുന്നതൊന്നും ചെയ്യരുത്. Don't do anything that hinder this ഓ, work here. 2025 ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകട്ടെ. Let me say it like this in 2025. 2024 ഞാനും എന്റെ കുടുംബവും വേലയ്ക്ക് മിനക്കേട് വരുന്നത് ഒത്തിരി ചെയ്തിട്ടുണ്ട്. To stop the work, to hinder that work of God in 2024, there are many things that I have done over there. ഞാൻ മുഖാന്തരം, എന്റെ കുടുംബം മുഖാന്തരം കർത്താവിന്റെ വേലയ്ക്ക്, കർത്താവിന്റെ സഭയ്ക്ക് മിനക്കേട് വന്നിട്ടുണ്ട്. In 2024, there are many things that I have or my family have become a hindrance to the work of God. ഇന്ന് രാവിലെ നമുക്ക് മടങ്ങി വരാം. Let us come back over here. ഇവിടെ നമ്മൾ
വായിക്കുന്നത് do we read here? അവന്റെ വേലയ്ക്ക് മെനക്കേട് വരുത്തരുത്. Oh, do not become a hindrance to the work of ഇന്ന് God. രാവിലെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമുക്ക് പറയാം, Let us keep our hands to the chest and say like this: കർത്താവേ, അങ്ങയുടെ വേലയ്ക്ക് അങ്ങയുടെ സഭയ്ക്ക് മെനക്കേട് വരുന്നത് ഞാനും എന്റെ കുടുംബവും ചെയ്യരുത്. Oh Lord, please help us that we should not do anything, me or my family, to the hindrance of God's work over here. ഓ ഇന്ന് രാവിലെ അത് നാം Oh, മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. we should understand this deeper over here. കർത്താവിന്റെ വേലയ്ക്ക് മെനക്കേട് വരുത്തരുത്. Do not do anything that hinder the work of God. അതുകൊണ്ട് And so, കർത്താവ് തന്റെ മക്കളെ വേലയ്ക്കായിട്ട് വിളിക്കുകയാണ്. God is calling His children to do His work. യേശയ്യാ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 1 മുതൽ വായിക്കുമ്പോൾ, When we read 6 verse 1 of Isaiah, ഉഷിയാ രാജാവ് മരിച്ച ആണ്ടിൽ in the age and time where Uzziah died, കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് Lord is sitting upon a throne high and lifted യേശയ്യാ up. പ്രവാചകൻ കണ്ടു. Oh, Isaiah the prophet sees that. ഓ കർത്താവിന്റെ ശബ്ദം അവിടെ കേൾക്കുകയാണ്. Oh, he listens to the voice of God. കർത്താവിന്റെ ശബ്ദം അവിടെ Oh, കേൾക്കുകയാണ്. he listens to the voice of God. സൈന്യങ്ങളുടെ യഹോവയായിരിക്കുന്ന രാജാവിനെ താൻ കണ്ടു. Oh, that he sees the Lord of hosts, Jehovah of hosts in the full glory. ഓ ദൈവത്തിന്റെ കൈ അവനെ തൊട്ടു. Oh, the hand of God touched him over there. ദൈവ ശബ്ദം അവൻ അറിഞ്ഞു. Oh, he heard and experienced the voice of ഒരു God. ശബ്ദം കർത്താവിൽ നിന്നും കേട്ടു. Oh, he heard a voice from God. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ ശബ്ദം കാണുന്നു. Oh, we read and see in 6 verse 8 of Isaiah. ആർ നമുക്ക് വേണ്ടി പോകും? Whom shall I send and who will go for us? ആർ നമുക്ക് വേണ്ടി പോകും? Whom shall I send and who will go ഇന്ന് for us? രാവിലെ ആരാധനയ്ക്ക് കടന്നു വന്ന ദൈവജനത്തോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. Oh, the people who have come here for worship, let me ask you like this. നോർത്ത് ഇന്ത്യയിലേക്ക് ആര് പോകും? North India, who will go from here? ആദിവാസികളിലേക്ക് ആര് പോകും? Who will go into the tribal area? ഇടങ്കയും വലങ്കയും തിരിച്ചറിയാത്ത ജനത്തിന്റെ മധ്യത്തിലേക്ക് ആര് പോകും? People who do not know the difference of sin and corruption over there, who will go over there? 23-ാമത്തെ വയസ്സിൽ ഞാൻ തീരുമാനമെടുത്തു. At the age of 23, I made my mind. കർത്താവിന്റെ വേലയ്ക്കായിട്ട് ആദിവാസി ഗ്രാമങ്ങളിലേക്ക് പോകണം. I will go into the tribal area to reach the Lord's word over there. ഇന്നിപ്പോ 56 വയസ്സായി. Today I have become 56. കർത്താവ് അതെ ആ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. God is continuing this work over ഇന്ന് there. രാവിലെ ഞാൻ ഇങ്ങനെ പറയട്ടെ, Let me say like this. യെശയ്യാ പ്രവാചകനെ ആ വിളിയുണ്ടായി. Oh, Isaiah had that calling over ആർ there. നമുക്ക് വേണ്ടി പോകുമെന്ന് പറഞ്ഞപ്പോൾ Who will go for us there? And he heard that voice. യേശയ്യാവ് ഇങ്ങനെ പറഞ്ഞില്ല. Isaiah didn't say like this. എന്റെ അടുത്തിരിക്കുന്ന ഒരു സഹോദരനുണ്ട്. Oh, there is my neighbor over ആ here. സഹോദരന്റെ മോൻ എംടെക് എല്ലാം കഴിഞ്ഞു. Oh, the son of that brother has finished every MTech over ആ there. സഹോദരന്റെ മോൻ പൊക്കോളും കർത്താവേ. Oh, that son will go over there. ഞാൻ ഇവിടെ തന്നെ എന്റെ മക്കളൊക്കെ ഇവിടെ തന്നെ കഴിഞ്ഞുകൂടാ. Me and my sons will be over here and in this നോ place. നോ നോ, Oh, he didn't say like that. അങ്ങനെയല്ല. He didn't say like that. യെശയ്യാ പ്രവാചകന് ദർശനമുണ്ടായപ്പോൾ, When he had a vision from God like that, കർത്താവിന്റെ ശബ്ദമുണ്ടായപ്പോൾ, when he heard a voice of God like that, കർത്താവ് വിളിച്ചപ്പോൾ when God called him over there, അവൻ കർത്താവിനോട് പറഞ്ഞു, oh, he said to God like this, ലോർഡ് ഐ ആം റെഡി. oh, I am ready over here, Lord. കർത്താവേ ഞാനേ അതെ റെഡിയാണ്. Oh, Lord, I am ready to go. എന്നെ അയക്കണമേ. Oh, please send me. ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് പറഞ്ഞപ്പോൾ Who will go for us when he heard? അവൻ ഉത്തരം കർത്താവിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്. Oh, he said like that to God. ഉവ്വ് കർത്താവേ ഞാൻ തയ്യാറാണ്, Oh. എന്നെ അയക്കണമേ. Oh, he said, here I am ready, send me. ഇന്ന് രാവിലെ ആരുണ്ട്? Who is there for me? Who is ഇന്ന് there for രാവിലെ God? ആരുണ്ട്? Who is there? കർത്താവിന്റെ വേലയ്ക്കായിട്ട് പോകുവാൻ ആരുണ്ട്? Who is there to go for the work of the Lord? എത്ര പ്രാവശ്യമായി ഈ വിളി ദൈവം കേൾപ്പിക്കുന്നു? How many times have God brought this calling to you? എത്ര പ്രാവശ്യമായി ദൈവാത്മാവ് ഇടപെടുന്നു? How many times the Spirit intervened in your ഇന്ന് life? രാവിലെ ആർക്ക് തീരുമാനമെടുക്കുവാൻ സാധിക്കും? How many of us can take that decision? ആർക്ക് കർത്താവിന്റെ വേലയ്ക്ക് ചുമല് കൊടുക്കാൻ സാധിക്കും? How many can take the responsibility over there? ഇടങ്കയും വലങ്കയും തിരിച്ചറിയാത്ത ജനത്തിന്റെ മധ്യത്തിലേക്ക് ആർ പോകും? To go into a deeper area where people do not understand, who was ready over there? നിത്യമായ നരകത്തിലേക്ക് പോകുന്ന ആത്മാവിനെ വലിച്ചെടുക്കുവാൻ ആർ പോകും? Who will go to draw the souls that are going more deeper into eternal hell over ഓ there? ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുകയാണ്, Oh, the Spirit of God is talking to us. കർത്താവിന്റെ വേലയ്ക്ക്
ചുമല് കൊടുക്കുക. or to take the responsibility for the work of God. ഒന്ന് സഭയെക്കുറിച്ചുള്ള ദർശനം. Firstly, we saw the vision for the house of God. രണ്ട് കർത്താവിന്റെ വേലയെക്കുറിച്ചുള്ള ദർശനം. Secondly, we see the vision for the work of God. മൂന്നാമത്തെ കാര്യം Thirdly, നമുക്ക് കാണാൻ സാധിക്കുന്ന whether we see കുടുംബത്തെക്കുറിച്ചുള്ള ദർശനം. a vision for the family over there. ഇത് വളരെ അത്യാവശ്യമാണ്. Oh, it is a necessity these സഭ, days. Church, വേല, the work of God, കുടുംബം. or family. ഇത് മൂന്നും വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. Oh, these three things are very important. സഭയെക്കുറിച്ചുള്ള ദർശനം വേണം. Vision for the church is very important. കർത്താവിന്റെ വേലയെക്കുറിച്ചുള്ള ദർശനം വേണം. Vision for the work of God is important. അയ്യോ, എനിക്ക് ദൈവം കുടുംബം തന്നു, കുഞ്ഞുങ്ങളെ തന്നു. എന്റെ കുടുംബത്തെക്കുറിച്ചും എന്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചും എനിക്ക് വലിയ കാഴ്ചപ്പാടുണ്ടായിരിക്കണം. Oh, when God has given me a family, a wife and son and children over there, oh, I should have a good perspective, a vision over there. ഒരു വാക്യം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. I will read a verse and then conclude. ന്യായാധിപന്മാരുടെ പുസ്തകം, The book of Judges, ന്യായാധിപന്മാരുടെ പുസ്തകം, the book of Judges, 11-ാം അധ്യായം, chapter 11, അതിന്റെ 34-ഉം വാക്യം. or chapter 11, verses 30-34 over there. ഒന്ന് വായിച്ച ബ്രദറെ. അപ്പാ, അവിടുന്ന് യഹോവയോട് പറഞ്ഞതുപോലെ ചെയ്തു കൊള്ളുക. My father, thou hast opened thy mouth to Jehovah, do according to which hath proceeded out of thy mouth. എത്ര നല്ല വചനമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. Oh, what a great verse we read over here. യിഫ്താഹിന് ഒരേ ഒരു മോളേ ഉള്ളു. Oh, Jephthah had only one daughter. മോനില്ല, ഒരേ ഒരു മോള്. Oh, he had only one daughter. ഈ യിഫ്താഹ് ദൈവത്തിന് നേർച്ച നേർന്നു. Oh, this Jephthah made a vow in front of God. അമോന്യരുമായിട്ട് യുദ്ധം ചെയ്ത് ജയിച്ചു മടങ്ങി വരുമ്പോൾ, Oh, when I defeat the Ammonites and come back, എന്റെ മുമ്പിൽ ആരാണ് വരുന്നത്? or whoever comes in front of me, അവർക്ക് അതിനെ ഞാൻ ഹോമയാഗമായി അർപ്പിക്കും. I will present that as a sacrifice to you. ഇതാ അപ്പൻ വളരെ സന്തോഷത്തോടു കൂടി കടന്നു Oh, വരികയാണ്. Jephthah is coming back with joy over ദൈവം there. ജയം കൊടുത്തിരിക്കുകയാണ്. Oh, God has given victory over there. അവൻ ദൈവത്തിന് നേർന്നിരിക്കുകയാണ്. Oh, he made a vow over there. അവൻ കണ്ടു തന്റെ മകള് നൃത്തത്തോടും തപ്പോടും കൂടി വരികയാണ്. Oh, he's seeing his daughter coming to him with greater joy and dancing. അവൻ പറയുകയാണ്, Oh, he says like that. അയ്യോ മകളെ, നീ എന്നെ വ്യസനപാത്രമാക്കിയിരിക്കുന്നു. Oh, daughter, you have made me low and troubled over there. ദൈവത്തിന് നേർന്നു പോയി. Oh, because I made a vow over മോൾ here. എന്താ പറഞ്ഞേ? What did the daughter say? അപ്പാ, My father, അപ്പൻ ദൈവത്തിനോട് നേർന്നിട്ടുണ്ടെങ്കിൽ oh, if you have made a vow to Jehovah, അത് പൂർത്തീകരിക്കുക. oh, you need to fulfill that. ഇന്നത്തെ മക്കളാണെങ്കിൽ എന്ത് പറയും? What will today's children say? അപ്പനല്ലേ നേർന്നതിന് ഞാൻ എന്ത് വേണം? Oh, the father has done it. Why should I do it? അപ്പന് വേണമെങ്കിൽ അപ്പം പോയി ഹോമബലിയായിക്കോ. Oh, if a father wants to be a sacrifice, you father go ahead. ഞാൻ വളരെ കന്യകയാ. Oh, I am only a virgin over here. എനിക്ക് ഇനി എത്രയോ വർഷങ്ങൾ I ബാക്കിയാ. have many years ahead of me. അപ്പൻ ഏതായാലും പ്രായമായി. Oh, father, you have become old over here. അപ്പം പോയാൽ ഇനി ഒരു കുഴപ്പമില്ല. Oh, if you go, there's no problem. അതുകൊണ്ട് അപ്പൻ അങ്ങ് പോക്കോ, ഞാൻ ഇനിയും വരുത്തില്ല. I will not come. You continue എന്നെ ahead. നോക്കിയൊന്നും വേണ്ട. Don't expect me to be a ഇന്നത്തെ sacrifice. കാലത്ത് അങ്ങനെ പറയോ? Oh, today's age and time, children എന്തോ will say ആത്മീക that. ജീവിതം, Oh, what a greater spiritual life we എന്തോ live here. ആത്മീക അന്തരീക്ഷം. What a greater spiritual atmosphere ആ here. മകൾ അപ്പനോട് പറഞ്ഞു, Oh, the daughter is saying that to the father. അപ്പൻ പറഞ്ഞതുപോലെ ചെയ്തു. Oh, do what you have promised to Yahweh over there. യിഫ്താഹിന്റെ ആത്മീക ജീവിതം ഈ മകൾ കണ്ടുപിടിച്ചു. Oh, the daughter saw and learned from the father the spiritual life. യിഫ്താഹിന്റെ പ്രാർത്ഥന അവൾ കണ്ടുപിടിച്ചു. Oh, she saw and learned the prayer of Jephthah. യിഫ്താഹിന്റെ സമർപ്പണം അവൾ കണ്ടുപിടിച്ചു. Oh, she learned the submission of Jephthah to God. യിഫ്താഹിന്റെ ആത്മീക ജീവിതം അവൾ അനുഭവിച്ചു. Oh, she experienced the spiritual life of എന്റെ Jephthah. പിതാവ് ആരാണ്? Oh, who is my father? എന്റെ പിതാവ് എങ്ങനെയാണ് പെരുമാറുന്നത്? How is my father
father behaving? എന്റെ പിതാവ് ഭവനത്തിൽ എങ്ങനെയാണ്? How is my father at home? എന്റെ പിതാവിന്റെ ആത്മീയത്വം എങ്ങനെയാണ്? How is my father's spiritual ഈ life? മകൾക്കത് മനസ്സിലായി. Oh, this daughter could see and അവൾ learn. തീരുമാനമെടുത്തു. She made up her mind. തീരുമാനമെടുത്തു. She made up her mind. തീരുമാനമെടുത്തു. She made up her mind. പിതാവേ, Oh, Father, അവിടെ നിന്ന് ആഗ്രഹിച്ചു whatever you അത് desire, ചെയ്തു കൊള്ളുക. you do it. ഞാൻ തയ്യാറാണ്. Oh, I am ready over ഞാൻ here. ഹോമയാഗമായി തീരാൻ തയ്യാറാണ്. Ready to be a sacrifice. ഇന്ന് രാവിലെ ആരുണ്ട് ഈ തീരുമാനമെടുക്കാൻ? Who is there to take this decision? Like, ഇന്ന് രാവിലെ ആരുണ്ട് ഈ who തീരുമാനമെടുക്കാൻ? is there to take this decision? പ്രിയ ദൈവമേ, നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Let us praise God, dear believers. നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് Let us സമർപ്പിക്കാം. submit ourselves into the hands of God. ഓ കർത്താവിന്റെ സഭയെ കുറിച്ചുള്ള വലിയ ദർശനം നമ്മെ ഭരിക്കട്ടെ. Oh, let the vision for the house of God burn our hearts. കർത്താവിന്റെ വേലയെ കുറിച്ചുള്ള വലിയ ദർശനം നമ്മെ ഭരിക്കട്ടെ. Oh, let the work of God, the vision to that burn our hearts. നമ്മുടെ കുടുംബത്തെ കുറിച്ചുള്ള വലിയ ദർശനം നമ്മെ ഭരിക്കട്ടെ. Oh, let the vision for our family burn our hearts. വരും over here. ദിവസങ്ങളിൽ അതിനായി നമുക്ക് ജീവിക്കാം. Oh, let us live with that truth and over here. കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. Let us confess our shortcomings in front of God. ചിതറിക്കിടക്കുന്നുവെങ്കിൽ മടങ്ങി വരാം. Oh, if we are separated and scattered, let's come back. അകന്നു പോയിട്ടെങ്കിൽ അടുത്തു വരാം. Oh, if we have gone away, let's come closer. കൃപയിൽ നിന്ന് വീണു പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരാം. Oh, if we have fallen from grace, let's come back. ദൈവസ്നേഹത്തിൽ നിന്നും പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരാം. If we have gone away far from the love of God, let's come back. ദൈവസഭയിലേക്ക് മടങ്ങി വരാം. Let's come back to the house of God. കർത്താവിന്റെ വേലയ്ക്കായിട്ട് മടങ്ങി വരാം. Oh, let's come back to the work of God. to do the ഭവനത്തിൽ work. ആത്മീയത്വം പ്രകടിപ്പിക്കാം. Oh, let us increase the spirituality in our houses. കർത്താവ് നമ്മളെ അതിനായി May സഹായിക്കട്ടെ. the Lord help us to do this. തിരുനാമത്തിന് നമുക്ക് സ്തോത്രം May ചെയ്യാം. His name be glorified. പ്രത്യേകാൽ സഭയോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. I extend once again my thanks to the assembly. തുടർന്നും എളിയവരെ പ്രാർത്ഥനയിൽ ഓർക്കണമേ. Please do remember me in prayers. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. Once again, may His name be glorified. ആമേൻ. Amen.